ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. നമസ്കാരം. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം രാസ പഞ്ചാധ്യായിയിലെ 5-ാമത് അധ്യായം മഹാരാസലീലാ സന്ദർഭത്തെയാണ് 33-ാം അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ശ്രീ ഭഗവാന്റെ ആത്മാർത്ഥമായ അതിമനോഹരമായ വാക്കുകൾ ഗോപികളുടെ ഹൃദയത്തെ തണുപ്പിച്ചു. ആ കൃഷ്ണൻ ഒരിക്കലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ അവർ ആശ്വസ്തരായി. വിരഹ താപമെല്ലാം നിശേഷം ശമിച്ച് പരമാനന്ദഭരിതകളായി. അനന്തരം അവരെ അതിദിവ്യമായ മഹാരാസലീലയാൽ ആനന്ദിപ്പിക്കണമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ സങ്കൽപ്പിക്കുകയാണ്. അതിനായി ശതകോടി ഗോപികളുടെ മണ്ഡലമധ്യത്തിൽ രാധികാസഹിതനായി മേഘവും മിന്നലും ചേരുന്നതുപോലെ ശോഭിച്ചു. യം മന്യേരന്നഭസ്താവൽ വിമാനശതസങ്കുലം ദിവൗകസാം ഔത്സുക്യാപഹൃതാത്മന തതോ ദുന്ദുഭയോ നേതൃനിവേദു പുഷ്പവൃഷ്ടയാ ജഗുർഗന്ധർവപദയാ സസ്ത്രീകാ തത് യശോമലം മലയാനാം നൂപുരാണാം കിങ്കിണീനാം ജയോഷിതാം. ഓരോ ഗോപികളുടെയും കണ്ഠത്തിൽ കൈവച്ചുകൊണ്ട് ആശ്ലേഷിക്കുന്നു. തന്നെയാണ് ശ്രീകൃഷ്ണൻ ആലിംഗനം ചെയ്യുന്നത് എന്ന് ഓരോ ഗോപിയും കരുതി. ശ്രീകൃഷ്ണന്റെ പരമധാമമായ ഗോലോകത്തിൽ മാത്രം നിത്യസംഭവമായ ആ അദ്ഭുതലീലയെ കണ്ട് ആനന്ദിക്കുവാൻ ദേവന്മാർ ദേവസ്ത്രീകളോടുകൂടി ആകാശത്തിൽ നിറഞ്ഞു നിന്നു. ദുന്ദുഭി മുഴക്കി പുഷ്പവൃഷ്ടി ചെയ്തു. ഗന്ധർവന്മാർ ഗാനം ചെയ്യാൻ തുടങ്ങി. ഗോപികളുടെ വളകളും നൂപുരങ്ങളും കിങ്ങിണികളുമെല്ലാം ശബ്ദിച്ച് ആ രാസമണ്ഡലത്തെ മുഖരിതമാക്കി. ഗോപീമാധവന്മാരാൽ ഓരോ ഗോപികൾ, 2 ഗോപികൾക്കിടയിൽ ഒരു കൃഷ്ണൻ എന്ന ആ ഒരു ചിത്രം. മധ്യേ മണീനാം ഹൈമാനാം മഹാമരകതോ യഥാ. കനകമണികളുടെ നടുവിൽ മരതകമണിരത്നം കോർത്തതുപോലെ തോന്നി ദേവന്മാർക്ക്. തുടർന്ന് ആ മഹാരാസലീല ആരംഭിക്കുകയാണ്. താളത്തിനൊത്ത പാദന്യാസത്തോടുകൂടി, ഹസ്തചലനങ്ങളോടുകൂടി, മന്ദസ്മിതത്തോടും ഭ്രൂചലനത്തോടും, ആടുന്ന കുണ്ടലങ്ങളോടും, വിയർപ്പു പൊടിഞ്ഞ മുഖമണ്ഡലങ്ങളോടും, മുറുക്കിക്കെട്ടിയ കേശഭാരങ്ങളോടും കൂടി കൃഷ്ണ സങ്കീർത്തനം ചെയ്യുന്ന ഗോപികൾ മേഘമധ്യത്തിൽ മിന്നലുകൾ എന്ന പോലെ ശോഭിക്കുകയാണ്. പാദന്യാസൈർ ഭുജവിധുതിഭി സസ്മിതൈ ഭ്രൂവിലാസൈ ഭജ്യൻ മധ്യേശ്ചലകുജപടൈ കുണ്ടലൈർ ഗണ്ഡലോലൈ സിദ്ധ്യൻ മുഖ്യക്കവരരശനാഗ്രന്ഥയ കൃഷ്ണവദ്ധോ ഗായന്ത്യസ്തം തടിത ഇവത മേഘചക്രേ വിരേജു. ശ്രീകൃഷ്ണസ്പർശം കൊണ്ട് പുളകമണിഞ്ഞ ആ തരുണീമണികൾ ഓരോരുത്തരും ഓരോ രാഗത്തെ സൃഷ്ടിച്ചുകൊണ്ട് ശ്രുതിമധുരമായി ആലാപനം ചെയ്യുന്നു. അന്നവർ പാടിയ നാനാരാഗങ്ങളാണ് ഇന്ന് സംഗീത ലോകത്തെ അലങ്കരിക്കുന്നത്. ഓരോ ഗോപിയും തന്റെ ഗാനം കൊണ്ട് അതിവിദഗ്ധമായ പാടവം പ്രകടിപ്പിച്ചുകൊണ്ട് ആ മുകുന്ദന്റെ അഭിനന്ദനത്തെ നേടി. ഗോപികൾ പ്രേമാവേശത്തോടുകൂടി ഗാനം ചെയ്ത് നൃത്തം ചെയ്ത് ക്ഷീണിച്ചു. ഒരു ഗോപിയുടെ വളകൾ ഊഴി വീണു. കേശബന്ധമഴിഞ്ഞ് മല്ലിക പൂക്കൾ ഉതിർന്നു വീണു. അവളാവട്ടെ ആ മുരളീധരന്റെ തോളിൽ മുഖം ചേർത്ത് വച്ച് വിശ്രമിച്ചു. മറ്റൊരു ഗോപി തൻ്റെ കണ്ഠത്തിൽ വെച്ചതായ പ്രിയതമന്റെ സുരഭിലമായ ചന്ദനാലിപ്തമായ ആ കരത്തെ ഘ്രാണിച്ചുകൊണ്ട് രോമാഞ്ചത്തോടു കൂടിയിട്ട്
ചുംബിച്ചു. വേറൊരു ഗോപിക ആലസ്യം നടിച്ച് പ്രാണപ്രിയന്റെ മുഖത്തോട് മുഖം ചേർത്തു നിന്നു. ഒരു ഗോപി നൂപുര മേഖലകളെ ശബ്ദിപ്പിച്ചുകൊണ്ട് നൃത്തം ചെയ്തും ഉച്ചത്തിൽ ഗാനം ചെയ്തും സമീപത്തില് വർത്തിക്കുന്നതായ കൃഷ്ണനെ സന്തോഷിപ്പിച്ചു. ഒടുവിൽ ക്ഷീണതയായി ആ ശ്രീകൃഷ്ണന്റെ കരാംബുജത്തെ ഗ്രഹിച്ച് തന്റെ മാറിടത്തിൽ വെച്ച് നിർവൃതയായി. ഇങ്ങനെയെല്ലാം തങ്ങളുടെ പ്രേമസർവസ്വത്തെ സർവസ്വാധീനമായി ലഭിച്ച ഗോപികൾ മതിമറന്ന് അടിയും പാടിയും പ്രേമാനന്ദ സമുദ്രത്തിൽ ആറാടി. ഗോപികളുടെ നൃത്തത്തിനനുസരിച്ച് ഗീതവാദ്യങ്ങളെ മുഴക്കിയ ഗന്ധർവന്മാർ തളർന്നു. ഇപ്പൊ ഗോപികളുടെ കേശത്തിൽ നിന്ന് ഉതിർന്നു വീണ പുഷ്പങ്ങളെ ചുറ്റിപ്പറക്കുന്ന വണ്ടുകൾ, ഭ്രമരങ്ങൾ ആ ഗാനം ഏറ്റെടുത്തു. ഗോപികളുടെ ഇളകുന്ന കൈവളകളും കാൽച്ചിലമ്പുകളും അരമണികളും വാദ്യങ്ങൾ എന്നതുപോലെ മുഴങ്ങാൻ തുടങ്ങി. നൃത്യന്തീകായതീ കാജിൽ കൂജന്നൂപുരമേഖല പാർശ്വസ്ത്വാച്യുതഹസ്താബ്ജം ശ്രാന്താധാൽ സ്തനയോ ശിവം കർണോൽപലാളക വിടംഗ കപോലഘർമ്മവക്ത്രശ്രിയോ വലയനൂപുരഘോഷവാദ്യൈ ഗോപ്യസമം ഭഗവതാനനൃതു സ്വകേശ ശസ്തശ്രജോ ഭ്രമരഗായകരാസഗോഷ്ഠ്യാം. ആ ശ്രീകാന്തനായ ഭഗവാൻ തൻ്റെ പ്രാണപ്രയസികളെ ആലിംഗനം, കരാഭിമർശനം, അനുരാഗകടാക്ഷം, ചുംബനം ഇത്യാദികളെ കൊണ്ട് അവരുടെ മനോരഥങ്ങളെയെല്ലാം സാധിപ്പിച്ച് രമിപ്പിച്ചു. ആ പ്രേമദേവതകൾ അത്യാനന്ദപരവശകളായി ഭവിച്ചു. ഇന്ദ്രിയങ്ങളെല്ലാം തളർന്ന് മാലകളും ആഭരണങ്ങളും വസ്ത്രങ്ങളും സ്ഥാനങ്ങളിൽ നിന്ന് ചലിച്ചു വീഴുന്നത് അവരറിഞ്ഞില്ല. അവർ തങ്ങളെ തന്നെ മറന്നുകൊണ്ട് ആ കൃഷ്ണനിൽ ലയിച്ചു നിന്നുപോയി. എന്നാൽ കൃഷ്ണനാവട്ടെ ഒരു കുട്ടി തൻ്റെ മുന്നിൽ ഉള്ള കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിനോട് എന്ന പോലെ ഓരോ ഗോപികളിലും അന്തര്യാമിയായി പ്രകാശിക്കുന്ന തന്നോടുകൂടി തന്നെയാണ് രമിച്ചത്. രമേ രമേശോ വ്രജസുന്ദരീഭി യഥാർഭക സുപ്രതിബിംബ വിഭ്രമ. അത്യത്ഭുതകരമായ ആ ദിവ്യപ്രതിഭാസത്തെ നോക്കി നിന്ന ദേവസമൂഹം ആശ്ചര്യപ്പെട്ടുപോയി, മോഹിച്ചുപോയി. ചന്ദ്രനും നക്ഷത്രങ്ങളും അന്ന് ആദ്യമായി ചലനമറ്റ് സ്തംഭിച്ചു നിന്നുപോയി. അതുകൊണ്ട് തന്നെ ആ രാത്രി അതിദീർഘമായി ബ്രഹ്മരാത്രിയായി ഭവിച്ചു. ഭക്തവത്സലനായിട്ടുള്ള ആ ഭഗവാൻ മുകുന്ദൻ തന്നിൽ പ്രാണാർപ്പണം ചെയ്ത ആ ഗോപികളെ വീണ്ടും ആനന്ദിപ്പിക്കുവാനുള്ള കാരുണ്യത്താൽ ഗോപികൾ എത്ര പേരുണ്ടോ അത്രയും രൂപങ്ങളെ സ്വീകരിച്ച് അവരോടു ചേർന്ന് യമുനാ നികുഞ്ചങ്ങളിൽ അങ്ങനെ ക്രീഡിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. ഒടുവിൽ ക്ഷീണിച്ചു തളർന്ന അവരെ സുഖശീതളമായ അമൃതകരത്താൽ തലോടി അവരുടെ തളർച്ച തീർത്തു, അത്യധികം ആനന്ദിപ്പിച്ചു. അവസാനമായി ആ ദിവ്യസംഘം യമുനയിലിറങ്ങി പരസ്പരം ജലപരിഷേചനം ചെയ്തും കളിച്ചും വിഹരിച്ചു. വീണ്ടും ഗോപികൾ കൃഷ്ണനോടുകൂടി കരയ്ക്ക് കയറി നദീതീരത്തുള്ള ഉപവനങ്ങളിൽ വിഹരിച്ചു. ഇങ്ങനെയെല്ലാം അസാധാരണ ലീലകളാൽ ആ പ്രിയതമകളെ അവരുടെ പ്രതീക്ഷയിലും എത്രയോ അധികമായി ആനന്ദിപ്പിച്ചത് കണ്ട് നിൽക്കുന്ന ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ആ സർവേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ ഭക്തവാത്സല്യത്തെ വാഴ്ത്തിച്ചുതിക്കുകയാണ്. ഇത് ശരൽക്കാല രാത്രികയിൽ എല്ലാ രാത്രികളിലും
ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന സമയങ്ങളിലെല്ലാം ഇത് ആവർത്തിക്കപ്പെട്ടു. കരുണാസമുദ്രമായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഈ ദിവ്യലീലയെ ചെയ്തത് തൻ്റെ ഏകാന്ത ഭക്തകളും അനന്യശരണകളുമായ ആ സതികളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. അവർ സന്തോഷിച്ചതോടുകൂടി ശ്രീകൃഷ്ണൻ ചരിതാർത്ഥനായി. ഭഗവാൻ സുഖസ്വരൂപനാണ്, ആനന്ദസ്വരൂപനാണ്, ആത്മാരാമനാണ്, ആപ്തകാമനുമാണ്. അവിടുത്തെ ആ അവസ്ഥയ്ക്ക് ഒരു കാരണവശാലും യാതൊരു ന്യൂനതയും സംഭവിക്കുന്നില്ല. ശതകോടി സുന്ദരീരത്നങ്ങളായ ഗോപികളോട് ചേർന്ന് ശരൽക്കാലത്തിലെ അനേകം നീണ്ട ബ്രഹ്മരാത്രികളിൽ അവരെ ആനന്ദസാഗരത്തിൽ ആറാടിച്ച ആ ശ്രീകൃഷ്ണൻ സ്വയം ആത്മാരാമനായിക്കൊണ്ട് ആണ് അവരെ രമിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ രാസലീല, രാസക്രീഡ തികച്ചും അപ്രാകൃതമാണ്, ദിവ്യമാണ്, പരിശുദ്ധമാണ് എന്ന് നമ്മൾ ശ്രോതാക്കളായ എല്ലാവരും സ്മരിക്കണം. അങ്ങനെ ഹൃദയശുദ്ധി കൈവരിക്കണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ രാസലീലാ രഹസ്യം ഈ വിധത്തിൽ അറിയുവാനുള്ള ചിത്തശുദ്ധിയും ഭക്തിയും ഭഗവത് കൃപയും ശ്രീമദ് ഭാഗവതത്തെ മുഖ്യ ശ്രോതാവായി കേൾക്കുന്ന പരീക്ഷിത് മഹാരാജാവിനുണ്ടായിരുന്നു. എന്നാൽ അത്ര തന്നെ പാകത വരാത്തവർ, കുബുദ്ധികളായ ദോഷൈക ദൃക്കുകളായ സാധാരണന്മാർക്കുണ്ടാകുന്ന സംശയം അത് തീരണം, അവർക്ക് തത്വബോധം ഉണ്ടാവണം എന്ന സദ്ബുദ്ധിയോടുകൂടി പരീക്ഷിച്ച് ചോദിക്കുകയാണ്. സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായേതരസ്യ ച അവതീർണോ ഹി ഭഗവാൻ അംശേന ജഗദീശ്വര സ കഥം ധർമ്മസേതൂനാം വക്താ കർത്താഭിരക്ഷിത പ്രദീപമാചരത് ബ്രഹ്മൻ പരതാരാഭിമർശനം. അല്ലയോ ശേഷക ബ്രഹ്മർഷേ, ജഗദീശ്വരന്റെ അവതാരം അധർമ്മനാശത്തിനും ധർമ്മ സ്ഥാപനത്തിനും വേണ്ടിയാണല്ലോ. ധർമ്മത്തിന്റെ ഉപദേഷ്ടാവായ, അനുഷ്ഠാതാവായ, രക്ഷിതാവായ ശ്രീകൃഷ്ണൻ പരസ്ത്രീ സംഘം എന്ന വിപരീത ധർമ്മത്തെ എന്തിനു വേണ്ടി ചെയ്തു? ഒരിക്കലും ഭഗവത് ലീലകൾ ധർമ്മവിരുദ്ധമായി വരികയില്ല എന്നതുകൊണ്ട് തന്നെ ഈ രാസലീലയുടെ, രാസനൃത്തത്തിന്റെ രഹസ്യം ഒന്ന് വ്യക്തമാക്കി തരൂ, എൻ്റെ സംശയം തീർത്തു തരൂ. വിഷയലാലസന്മാരായിട്ടുള്ള, വിഷയികളായിട്ടുള്ള പ്രാകൃതന്മാർക്ക് ഉണ്ടായേക്കാവുന്ന ഈ സംശയം തീർക്കണമെന്ന് നിശ്ചയിച്ചിട്ടാണ് ശേഷുക ബ്രഹ്മർഷി അതിന് മറുപടി പറഞ്ഞു. പരീക്ഷിത്തെ, ധർമ്മവ്യതിക്രമോ ദൃഷ്ട ഈശ്വരാണാം ച സാഹസം തേജീയസാം ന ദോഷായ വഹ്നേ സർവഭുജോ യഥാ നൈതൽ സമാചരേജാതു മനസാപി ഹ്യനീശ്വര വിനശ്യത്യാചരന്മൗഢ്യാത് യഥാരുദ്രോബ്ധിജം വിഷം ഈശ്വരാണാം വചഃസത്യം തഥൈവ ആചരിതം ക്വചിൽ തേഷാം യൽ സ്വവചോയുക്തം ബുദ്ധിമാംസ്തൽ സമാചരേൽ. ഒരിക്കലും ഈശ്വരന് ബന്ധനം ഉണ്ടാവുന്നില്ല, കർമ്മം സ്പർശിക്കുന്നില്ല. അഗ്നിയിൽ എന്ത് വസ്തുക്കൾ പതിച്ചാലും അത് ദഹിച്ചു പോകും എന്നുള്ളതല്ലാതെ ആ പതിക്കുന്ന വസ്തുക്കൾക്ക് അഗ്നിയെ അശുദ്ധമാക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ സർവേശ്വരനെ ഒരു കർമ്മവും കളങ്കപ്പെടുത്തുന്നില്ല. അവതാരമൂർത്തികൾ ചെയ്യുന്നതെല്ലാം ലീലകൾ മാത്രമാണ്. അവയെല്ലാം ലോകസഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഭവിക്കുന്നത്. ആ ലീലകൾ കൊണ്ട് ഈശ്വരന് ലാഭനഷ്ടങ്ങളൊന്നുമില്ല. ദേഹാഭിമാനികളുടെ ദൃഷ്ടിയിൽ ചിലവ അധർമ്മമാണോ എന്ന് തോന്നുന്നത് ഈശ്വരലീലകളുടെ രഹസ്യമെന്ത്, അതിന്റെ തത്വമെന്ത് എന്ന് അറിയാൻ കഴിവില്ലാത്തത് കൊണ്ടാണ്. ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച മഹാത്മാക്കൾക്ക് പോലും പുണ്യപാപ ബന്ധമില്ല എന്നിരിക്കെ
സർവലോക നിയാമകനായ ഈശ്വരന് അതുണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. എന്നാൽ അവർ ചെയ്യുന്നത് പോലെ, അവതാരമൂർത്തികൾ, അവതാര പുരുഷന്മാർ ചെയ്യുന്നത് പോലെയെല്ലാം ചെയ്യാൻ വിഷയാസക്തനായ ഒരു ദേഹാഭിമാനി പുറപ്പെട്ടാൽ അധപ്പതനമായിരിക്കും ഫലം. ആ ശ്രീശങ്കരൻ ലോകത്തെ വലിയ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കാളകൂട വിഷത്തെ പാനം ചെയ്തത്. എന്നാൽ അതേപോലെ ഒരു സാധാരണ മനുഷ്യൻ അത്രയും വിഷം കഴിച്ചാൽ എന്താ സംഭവിക്കുക? ഉടൻ തന്നെ മരിക്കും. ഈശ്വരന്റെ വാക്ക് എപ്പോഴും സത്യപ്രമാണമാണ്. ആ വാക്കിനനുസരിച്ച പ്രവൃത്തിയെ മാത്രം ബുദ്ധിമാൻ അനുസരിക്കണം, എന്നാൽ ശ്രേയസ്സുണ്ടാവും. ശ്രീകൃഷ്ണനിൽ പരതാരാഭിമർശനം എന്ന ദോഷമാണല്ലോ അങ്ങ് സംശയിച്ചത്. വാസ്തവത്തിൽ ഗോപികൾ പരതാരങ്ങളാണോ? പുരുഷനും സ്ത്രീയും ഉൾപ്പെടുന്ന സകല ശരീരങ്ങളിലും അന്തര്യാമിയായിരുന്ന് ചേഷ്ടിപ്പിക്കുന്ന പരമാത്മാവ് തന്നെയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ. കിമുദാഖിലസത്വാനാം തിര്യങ്മർത്യദിവോകസാം ഈശിതുശ്ചേഷിതവ്യാനാം കുശലാകുശലാന്വയ യത്പാദപങ്കജപരാഗനിഷേവതൃപ്ത യോഗപ്രഭാവവിധുധാഖിലകർമ്മബന്ധ സ്വൈരം ചരന്തി മുനയോപി നഹ്യമാനാ തസ്യേച്ഛയാ തവ പുഷ കുത ഏവ ബന്ധ. സകല ശരീരങ്ങളെയും അന്തര്യാമിയായിരുന്ന് ചേഷ്ടിപ്പിക്കുന്ന പരമാത്മാവാണ് സാക്ഷാത് ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് സ്ത്രീ പുരുഷ ലോകത്തെയെല്ലാം ഭരിക്കുന്ന ഭർത്താവാണ് ഭഗവാൻ. ചരാചരങ്ങളുടെയെല്ലാം ഉള്ളും പുറവും നിറഞ്ഞിരിക്കുന്ന സർവേശ്വരനിൽ നിന്ന് അന്യമായി ഒരു സ്ത്രീയോ പുരുഷനോ ഇല്ല. ആ ഭഗവാൻ അവതരിച്ച് ലീലകൾ ചെയ്യുന്നുവെങ്കിൽ അത് താൻ തന്നോടുകൂടി ചെയ്യുന്നത് മാത്രമാണ്. സമുദ്രത്തിലെ എണ്ണമറ്റ തിരകളും നീർക്കുമിളകളും നമുക്ക് കാണാൻ കഴിയും. അത് ഒന്നിനൊന്ന് വേറെ തന്നെയാണ്, എന്നാൽ സമുദ്രത്തെ സംബന്ധിച്ച് അവ വേറെ അല്ല. അതുപോലെ സർവാത്മാവായിട്ടുള്ള ആ ഭഗവാന് ശ്രീകൃഷ്ണന് ഗോപികൾ പരതാരങ്ങളെയല്ല, തന്നെ സർവാത്മനാ ശരണം പ്രാപിച്ച ആ പ്രേമമയികളെ ഭഗവാൻ വഴി പോലെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഗോലോകനാഥനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ദുർലഭമായ ഈ ദിവ്യലീലാ വിനോദത്തിൽ ഏർപ്പെട്ടത് സർവഭൂതങ്ങളെയും അനുഗ്രഹിക്കാനാണ്. ആ ഭഗവാനിൽ ചിത്തമുറച്ചാൽ മാത്രമല്ലേ ജീവന് ശ്രേയസ്സുണ്ടാവൂ. അതിനായി അവിടുന്ന് ഓരോ പ്രകാരത്തിൽ അവരെ തന്നിലേക്ക് ആകർഷിക്കുന്നു. നിഷ്കാമകർമ്മം ചെയ്യിച്ചും കർമ്മികളെയും ജ്ഞാനോപദേശം കൊടുത്ത് നിർഗുണ ഉപാസകരെയും വ്യത്യസ്തങ്ങളായ ലീലകളെ കൊണ്ട് ഭക്തന്മാരെയും അവിടുന്ന് തന്നിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത് ഈശ്വരൻ. അതുപോലെ ശൃംഗാരരസികരായ ശുദ്ധവിഷയികളെയും തന്നിലേക്ക് ആകർഷിക്കുവാനും കൂടിയാണ് ഈ രാസലീല നാടകത്തെ നടിച്ചത്. അനുഗ്രഹായ ഭൂതാനാം മാനുഷം ദേഹമാസ്ഥിത ഭജതേ താദൃശീ ക്രീഡായാ ശ്രുത്വാ തൽപരോ ഭവേൽ. മറ്റൊരു രഹസ്യം കൂടിയുണ്ട്. ഗോപികളുടെ പഞ്ചഭൂതാത്മകമായ ശരീരം ഭഗവാനെ സമീപിച്ചതേയില്ല. കൃഷ്ണപ്രാണമയികളായ അവർ വേണുഗാന ശ്രവണം കൊണ്ട് കൃഷ്ണഭാവാവിഷ്ടകളായി ഭവിച്ചിട്ട് ഭാവശരീരങ്ങളോടുകൂടിയിട്ടാണ് ആ ഭഗവാന്റെ സമീപത്തെത്തിയത്. അവരത് അറിഞ്ഞിട്ടില്ല. ഭാവശരീരികൾക്ക്, സാധാരണ മനുഷ്യർക്ക്, മാംസശരീരികൾക്കുള്ള ലൈംഗിക വികാരങ്ങൾ ഒരിക്കലും സംഭവിക്കില്ല.
അപ്പൊ ചിന്മയനായ ഗോവിന്ദന്റെ സംഘം കൊണ്ട് അവർ വിഷയാനന്ദമല്ല, ദിവ്യ പ്രേമാനന്ദമാണ് അനുഭവിച്ചത്. പഞ്ചഭൂതാത്മകമായ അവരുടെയൊക്കെ ശരീരം അവരുടെ ഗൃഹങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ഭർത്താവിനോടൊപ്പം തന്നെ ഓരോ ഗോപികയും എല്ലാ രാത്രികാലങ്ങളിലും ഭർത്താവിന്റെ സമീപത്തു തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭാവശരീരി ആയിട്ടുള്ളത് ഈശ്വരൻ തന്നെയാണ്, കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടി തൻ്റെ പ്രതിച്ഛായയോട്, പ്രതിബിംബങ്ങളോട് കളിക്കുന്നത് പോലെ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപികളോടുകൂടി ക്രീഡിച്ചു, രമിച്ചു എന്ന് മുൻപ് പറഞ്ഞത്. ഓരോ രാത്രിയുടെ അവസാനത്തിലും ബ്രാഹ്മമുഹൂർത്തത്തിൽ ഗോപികൾ മനസ്സില്ലാ മനസ്സോടെയാണ് ഭഗവത് ആജ്ഞയാൽ ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. പകൽ വ്രജത്തിലിരുന്നാലും അവർ അവരുടെ കാന്തനായി, രമണനായി ആ കൃഷ്ണനെ ഒരു ക്ഷണവും പിരിയാതെ ഹൃദയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. വിക്രീഡിതം വ്രജവധൂഭിരിതം ച വിഷ്ണോ ശ്രദ്ധാന്വിതോനുശൃണുയാത് അഥ വർണ്ണയേത്യ ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യ കാമം ഹൃദ്രോഗമാശ്വപഹിനോത്യചിരേണ ധീര. അല്ലയോ പരീക്ഷിത്തെ, രാജർഷിയായിട്ടുള്ള പരീക്ഷിത്തെ, ഭഗവത് പ്രേമം സ്വരൂപമെടുത്ത ആ ബ്രജരാജകുമാരനായ ശ്രീകൃഷ്ണൻ ഗോപികമാരോട് കൂടി ചേർന്ന് നടത്തിയ അത്യത്ഭുതമായ അതിദിവ്യമായ രാസലീലയെ അത്യന്തം ഹൃദയശുദ്ധിയോടുകൂടി, ഭക്തിശ്രദ്ധയോടുകൂടി, സമ്പൂർണ്ണ ശരണാഗതിയോടുകൂടി കേൾക്കുക, കേൾപ്പിക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ തത്വം ശരിയായി ഗ്രഹിക്കുവാനും കോടി ജന്മങ്ങളിലായ ഹൃദയത്തിൽ മാറാരോഗമായി ഉറച്ച വേരൂന്നിയ കാമത്തെ നിശേഷം ഉപേക്ഷിക്കുവാനും മുകുന്ദ പാതാരവിന്ദങ്ങളെ ഉള്ളിൽ പ്രകാശിപ്പിക്കുവാനും കഴിയൂ. ഋഷികേശനായ മന്മഥനായ ശ്രീകൃഷ്ണന്റെ കാമവിജയം എന്ന ലീലയാണ് രാസപഞ്ചാധ്യായിയിൽ ശ്രീശുകൻ ഉപദേശിച്ചത്. കാമഗന്ധലേശം പോലും സ്പർശിക്കാത്ത ഉത്കൃഷ്ട പ്രേമഭക്തിയുടെ സ്വഭാവത്തെ ലോകത്തിനു മുന്നിൽ എടുത്തുകാട്ടിയ അഭിവന്ദ്യരായിട്ടുള്ള ഗോപികളുടെ മഹാഭാവപ്രകടനമാണ് രാസലീല. ജന്മന ജീവൻ മുക്തനും നൈഷ്ഠിക ബ്രഹ്മചാരിയും മുനികൾക്കെല്ലാം ഗുരുവുമായിട്ടുള്ള ശ്രീ ബാദരായണി ഉദ്ഘോഷിച്ച മഹാവാണിയാണ് രാസലീല. 7 ദിവസം മാത്രമേ തനിക്ക് ആയുസുള്ളൂ എന്ന് ആ മരണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷിത്തിന് ഈ കഥ കേൾക്കുമ്പോൾ ഇനി അവശേഷിക്കുന്നത് 3 ദിവസമാണ്. 3 ദിവസം കഴിഞ്ഞ് മരിക്കുമെന്ന ബോധത്തോടുകൂടി പ്രായോപവേശം ചെയ്തിരുന്ന രാജർഷിയായ പരീക്ഷിത്തും ലോകവന്ധ്യരായിട്ടുള്ള ബ്രഹ്മർഷി, ദേവർഷി, രാജർഷി സത്തമന്മാരും ഭക്തി ആദരവോടുകൂടി ശ്രവണം ചെയ്തതാണ് രാസലീല. ആ മഹാവാണി കൽപ്പകാലത്തോളം മുഴങ്ങിക്കൊണ്ടിരിക്കും. അത് കേട്ടാൽ കാമമാകുന്ന ഹൃദ്രോഗം ശമിക്കും. അതിനുള്ള ഭാഗ്യം സിദ്ധിച്ച് നമ്മളെല്ലാം കൃഷ്ണപ്രേമികളായി തീരാനും രാധാകൃഷ്ണയുഗളമൂർത്തിയുടെ അനുഗ്രഹത്തിന് പാത്രമാകുവാനും നമുക്ക് ആ ഗുരുകൃപാദൃഷ്ടി നമ്മിൽ പതിയട്ടെ. രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാസപഞ്ചാധ്യായിയെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ.